പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 1 ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ ചാപ്റ്റർ 1 വീഡിയോ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും ഇൻട്രൊഡക്ഷൻ വീഡിയോസ് എല്ലാം ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് ചാനലിൽ പോയി പ്ലേലിസ്റ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണണമെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അധികം സെർച്ച് ചെയ്യാതെ ഒരു ചാപ്റ്ററിൻ്റെ ഫുള്ള് വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അതേപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമുക്കുള്ള ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ റാഷണലൈസിങ് ഫാക്ടർ ഫോർ ദ ഡിനോമിനേറ്റർ ഓഫ് ദി എക്സ്പ്രഷൻ 1/3 + √5. ഈ തന്നിരിക്കുന്ന ഈ ഒരു എക്സ്പ്രഷൻ്റെ ഡിനോമിനേറ്ററിൻ്റെ റാഷണലൈസിങ് ഫാക്ടർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഡിനോമിനേറ്ററിൽ തന്നിരിക്കുന്ന ടേമിൻ്റെ സൈൻ മാറ്റിയിട്ടാണ് നമ്മൾ റാഷണലൈസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ റാഷണലൈസിങ് ഫാക്ടർ എന്തായിരിക്കും? 3 - √5 ആണ് ഇവിടുത്തെ റാഷണലൈസിങ് ഫാക്ടർ എന്ന് പറയുന്നത്. അടുത്ത ഈസ് ദ നമ്പർ 3 - √7 × 3 + √7 റാഷണൽ ഓർ ഇറാഷണൽ? ഇത് റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് 3 - √7ഉം 3 + √7 തന്നിട്ടുള്ളത്. ഇത് ഏത് ഫോമിലാണ്? a - b × a + bയുടെ ഫോമിലാണ്. a - b × a + b ഈസ് a² - b². അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 3² - b ഇവിടെ എന്താണ്? √7² ഈസ് ഈക്വൽ ടു 3² ഈസ് 9 √7ൻ്റെ സ്ക്വയർ 7. 9 - 7 ഈസ് 2. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഇതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ 2 എന്ന് കിട്ടി. 2 റാഷണൽ ആണോ ഇറാഷണൽ ആണോ? 2 ഈസ് എ റാഷണൽ നമ്പർ. അപ്പോൾ എന്ത് പറയാം നമുക്കിതിൻ്റെ ആൻസർ? ദിസ് ഈസ് റാഷണൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് 2√5 ആൻഡ് 3√7. 2√5ൻ്റെയും 3√7ൻ്റെയും സമ്മ് കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, ഇതെങ്ങനെ ആഡ് ചെയ്യുന്നതെന്നല്ലേ. അപ്പോൾ 2√5 + 3√7 നിങ്ങളങ്ങ് എഴുതിയാൽ മതി. ഇതിൽ കൂടുതലൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ √5ഉം √7ഉം അല്ലേ. അതേസമയം 2√5 + 3√5 എന്നായിരുന്നേ നമുക്കിതെന്താ എഴുതായിരുന്നു? 5√5 എന്ന് എഴുതായിരുന്നു. ഇവിടെ റൂട്ടിനകത്തുള്ള നമ്പേഴ്സ് ഡിഫറൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ മാത്രം എഴുതാനേ സാധിക്കൂ. വീണ്ടും ഒന്നുകൂടെ ആഡ് ചെയ്ത് എഴുതാൻ പറ്റില്ല കേട്ടോ. അടുത്തത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് 8√15 / 2√5. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 8√15 / 2√3. ഇതിനെ നമുക്ക് √15 നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ ഈസി ആയിരിക്കും കേട്ടോ. √15 എന്ന് വെച്ചാൽ എന്താ? √15 എന്ന് പറയുന്നത് 5 × 3 ആണ്. √5 × 3 ആണ്. അപ്പോൾ നമുക്കിതിനെ √5 × √3 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ 8 × √5 × √3 / 2 × √3. ഇനി നമുക്ക് √3ഉം √3ഉം കട്ട് ചെയ്യാം. 8ഉം 2ഉം കൂടെ കട്ട് ചെയ്യാം. 4 2s are 8. ആൻസർ എന്ത് കിട്ടി? 4√5 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4√5 ആണ്. അടുത്തത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് 16⁻⁴/3 / 16⁻⁴. അപ്പോൾ ഇത് ഏത് ഫോമിലാണ്? നമ്മൾ കുറേ ഐഡൻറ്റിറ്റീസ് പഠിച്ചിട്ടുണ്ട്. എന്താണിത്? a⁻m / a⁻n. a⁻m / a⁻n എന്താ? a⁻m-n. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു 16 m എന്ന് പറയുന്നത് ഇവിടെ 3/4 മൈനസ് n എന്ന് പറയുന്നത് 1/4. അപ്പോൾ ഐഡൻറ്റിറ്റീസ് ഓർമ്മയുണ്ട്, ചെയ്യാൻ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതെന്ത് വരും? 16 ഇവരുടെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്ററിനെ നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്യാം. 3 - 1 ഈസ് 2/4. അപ്പോൾ 16 2/4 ഈസ് 1/2. 16 1/2 എന്ന് കിട്ടി. 16 നമുക്ക് എങ്ങനെ എഴുതാം? 16 ഈസ് 4².
അപ്പോൾ 4^2 ഇൻറ്റു 1/2. ഇതെന്താണ് 4m. ഇത് ഏത് ഫോമിൽ വരും? a^m n, ദാറ്റ് ഈസ് a^m ഇൻറ്റു n അല്ലേ? അപ്പോൾ എന്തെഴുതാം? 4^2 ഇൻറ്റു 1/2. 2ഉം 2ഉം ക്യാൻസലായി പോവും. ലാസ്റ്റ് ആൻസർ ഈസ് 4. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾ ലാസ്റ്റ് ആൻസർ എഴുതണം, വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് 25^1/3 ഇൻറ്റു 5^1/3. ഇത് ഏത് ഐഡൻറ്റിറ്റിയുടെ ഫോമിലാണ്? a^m ഇൻറ്റു b^m. ഇവിടെ ബേസ് ഡിഫറൻ്റ് ആണ്, പവർ സെയിം ആണ്. അപ്പോൾ എന്താ വരുന്നത്? a ഇൻറ്റു b m എന്ന് വരും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു a ഇൻറ്റു b. അപ്പോൾ 25 ഇൻറ്റു 5 1/3. 25 എന്ന് പറയുന്നത് എന്താണ്? 5² ആണല്ലേ? 5² ആണ് ഇൻറ്റു 5 1/3. 5²ഉം 5ഉം കൂടെ 5^3 ആവും. 1/3 ഇസ് ഈക്വൽ ടു 5^3 ഇൻറ്റു 1/3. 3ഉം 3ഉം ക്യാൻസലായി പോവും. ആൻസർ ഈസ് 5. Next question, write the simplified value of 49^-1/4 divided by 49^1/4. അപ്പോൾ ഇത് ഏത് ഫോമിലാണ്? ഇവിടെ ബേസ് സെയിം ആണ്, പവർ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഏത് ഫോമിലാണ്? a^m ഡിവൈഡഡ് ബൈ a^n. എന്ത് വരും? a^m - n എന്ന് വരും. അപ്പോൾ ഇതിനെ എന്തെഴുതാം? ഇസ് ഈക്വൽ ടു 49(-1/4 -1/4 എന്ന് വരും. ഇസ് ഈക്വൽ ടു എന്ത് വരും? 49 ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്, -1ഉം -1ഉം കൂടെ -2 ആവും. അപ്പോൾ 49 കട്ട് ചെയ്താൽ 1/2, -1/2. 49നെ നമുക്ക് എന്തെഴുതാം? 49 ഈസ് 7² (1/2). 7^2 ഇൻറ്റു -1/2. 2ഉം 2ഉം ക്യാൻസലായി പോകും. 7^-1. 7^-1 എന്ന് പറയുന്നത് എന്താ? 1/7. വളരെ സിമ്പിളാണ്. ഐഡൻറ്റിറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്തത്, സിംപ്ലിഫൈ 12th റൂട്ട് ഓഫ് x⁴ (1/3). അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റൂട്ട് എ എന്ന് പറയുന്നത്, സ്ക്വയർ റൂട്ട് എ എന്ന് പറയുന്നത് എന്താ? a^1/2. അല്ലെങ്കിൽ nth റൂട്ട് എ എന്ന് പറയുന്നത് എന്താ? a^1/n ആണല്ലോ. nth റൂട്ട് എ എന്ന് പറയുന്നത് a^1/n ആണ്. അപ്പോൾ 12th റൂട്ട് എ എന്ന് വെച്ചാൽ എന്തായിരിക്കും? a^1/12 ആയിരിക്കും. അപ്പോൾ എയ്ക്ക് പകരം നമുക്ക് ഈ തന്നിരിക്കുന്ന ഇത് ഇത്രയും നമുക്ക് എ ആയിട്ട് എടുക്കാം. അങ്ങനെയാണ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x⁴ (1/3) എന്ന് നമുക്കിതിനെ എഴുതാം, ആണല്ലോ. ഇസ് ഈക്വൽ ടു x⁴, ഇതെന്ത് വരും? a^m ഈസ് a^m ഇൻറ്റു n. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെഴുതാം? 4 ഇൻറ്റു 1/3 (1/12) എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു x⁴/3. വീണ്ടും ഇതിനെ a^m n എന്ന് എഴുതാം. അപ്പോൾ a^m ഈസ് a^m ഇൻറ്റു n. അപ്പോൾ 4/3 ഇൻറ്റു 1/12. 4ഉം 12ഉം കൂടെ കട്ട് ചെയ്താൽ ഇവിടെ 3 എന്ന് വരും. ഇസ് ഈക്വൽ ടു x⁴1/3 3s are 9. x⁴1/9. ഇവിടെ നമ്മൾ ആദ്യം യൂസ് ചെയ്തത് ഈ ഒരു ഇക്വേഷനാണ്. അത് കഴിഞ്ഞിട്ട് a^m ദാറ്റ് ഈസ് a^m ഇൻറ്റു n എന്നുള്ള ഇക്വേഷനാണ് കേട്ടോ, ഐഡൻറ്റിറ്റിയാണ്. അടുത്തത്, ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 ഇറാഷണൽ നമ്പേഴ്സ് ഓൾവേസ് ഇറാഷണൽ? ജസ്റ്റിഫൈ യുവർ ആൻസർ. അതായത് 2 ഇറാഷണൽ നമ്പറിൻ്റെ പ്രൊഡക്റ്റ് എപ്പോഴും ഇറാഷണൽ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പം ആണോ 2 ഇറാഷണൽ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എപ്പോഴും ഇറാഷണൽ ആയിരിക്കുമോ? നമുക്കൊന്ന് നോക്കാം. എക്സാമ്പിൾ, 2 ഇറാഷണൽ നമ്പർ ഞാൻ എടുക്കുന്നു. √5ഉം
റൂട്ട് 5ഉം. റൂട്ട് 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. അപ്പോൾ 2 ഇറാഷണൽ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? ഒരു റാഷണൽ നമ്പറാണ് കിട്ടിയത്. ഇനി ഞാൻ റൂട്ട് 5ഉം റൂട്ട് 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റൂട്ട് 15. റൂട്ട് 15 ഈസ് ഇറാഷണൽ അല്ലേ? അപ്പോൾ 2 ഇറാഷണൽ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് റാഷണൽ നമ്പറും കിട്ടാം, ഇറാഷണൽ നമ്പറും കിട്ടാം. അപ്പോൾ നമുക്ക് ആൻസർ എന്തെഴുതാം? നോ എന്നെഴുതാം അല്ലേ? സംടൈംസ് എന്തായിരിക്കും? റാഷണൽ and sometimes irrational. ചിലപ്പോൾ റാഷണൽ ആകാം, ചിലപ്പോൾ അത് ഇറാഷണലും ആകാം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇത് MCQ ആയിട്ട് ചോദിക്കാം കേട്ടോ. ഞാൻ MCQ ആയിട്ട് ചെയ്തില്ലെന്നേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ MCQ ആയിട്ട് 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.